സാമ്പത്തിക ഇടപാടം കേസിൽ പിടിയിലായ അഷ്റഫ് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ. ഇരവിപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത AK അഷ്റഫിനാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. അഷ്റഫ് കുഴഞ്ഞു വീണ് നാടകം കളിക്കുകയാണെന്ന് അഷ്റഫിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മർദ്ദനമേറ്റ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ പരാതിക്കാരായവർ പറയുന്നു. 2 വർഷം മുമ്പാണ് കാലിബറി കൺസൾട്ടൻസിക്ക് UK വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഈ ആസാദ് അഷ്റഫ് എന്ന് പറഞ്ഞ ആളും കൂടെ നടത്തുന്ന കൺസൾട്ടൻസിയിൽ പോണത്. അവിടെ പോയി പൈസയൊക്കെ കൊടുത്ത് ഏകദേശം 8 ലക്ഷം രൂപ എടുപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തെങ്കിൽ ഇവർ തന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഫേക്ക് ആയിരുന്നു. വർക്ക് പെർമിറ്റും ഓഫർ ലെറ്ററും എല്ലാം തന്നെ ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് തന്നെ ഞങ്ങളെ BFS ഡൽഹിയിൽ BFSന് ഞങ്ങളെ കൊണ്ടുപോയി ഡ്യൂപ്ലിക്കേറ്റ് ഡോക്യുമെന്റ്സ് ഇവന്മാർ വെച്ചതിനെ തുടർന്ന് ഞങ്ങളുടെ വിസയൊക്കെ റിജക്ഷനായി ബാനൊക്കെ ആയി. ഞങ്ങളുടെ പൈസ ഞങ്ങൾ തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ പല അവധി പറഞ്ഞ് മാറ്റി വയ്ക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഈ ഒരു മാസം കഴിഞ്ഞ ജനുവരി ആദ്യം ആയപ്പോഴത്തേക്കും ഈ അഷ്റഫിൻ്റെ സുഹൃത്ത് വേണ്ടപ്പെട്ടവരും എല്ലാം കൂടെ ചേർന്ന് അയാളുടെ തന്നെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് പൈസ 1 മാസത്തിനകം തന്നു തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 മാസം കഴിഞ്ഞിട്ടും യാതൊരു വിധത്തിലുള്ള നമ്മുടെ വിവരങ്ങളൊന്നും ഇല്ല. 1 മാസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞെങ്കിലും ബാക്കി ഇവർ തരുന്ന കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാത്തതിനെ തുടർന്ന് ഇയാളെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ഒന്ന് കണ്ട് സംസാരിച്ച് കുറച്ചെങ്കിലും ഞങ്ങൾ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് കുറച്ചെങ്കിലും രൂപ തന്ന് സഹായിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പോയിരുന്നത്. പക്ഷേ അവിടെ സംഭവിച്ചത് ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അഷ്റഫ് വേറൊരു വണ്ടിയിൽ അവരുടെ അനിയനും അയാളുടെ രണ്ടാമത്തെ മകൻ അനസ് അഷ്റഫും ഇവർ 3 പേരും കൂടെ ഒരു ചുമന്ന ഒരു വെന്യൂ കാറിൽ വന്നിട്ട് ആ സിറ്റ് ഔട്ടിൽ വന്ന് ഞങ്ങളെ ഒത്തിരി ചീത്ത വിളിച്ച് പുറത്ത് രണ്ടാമത്തെ ഗേറ്റിലൂടെ പുറത്തിറങ്ങിയിട്ട് ആദ്യം എന്നെ അടിച്ചു. എന്നെ കയറി തടഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിനെ അടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ചോദിച്ചു ഇയാളെന്തിനാ എന്നെ അടിച്ചതെന്ന് ചോദിക്കാൻ പോയപ്പോഴത്തേക്കുമാണ് ഇവരുടെ കുടുംബക്കാർ ആയിട്ടുള്ളവർ ഇവരുടെ ആസാദിൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇവരുടെ അനിയൻ അഷ്റഫിൻ്റെ അനിയൻ അവരും പിന്നെ ഈ അഷ്റഫിൻ്റെ രണ്ടാമത്തെ മോൻ അനസും കൂടെ ചേർന്ന് എന്നെ എൻ്റെ ഭർത്താവിനെ അതിക്രൂരമായിട്ടാണ് ആക്രമിച്ചത്. ഞാനത് എന്നിട്ട് ഞങ്ങളെ ദേഹോദ്രവം ചെയ്തിട്ട് ഇവർ പെട്ടെന്ന് തന്നെ കാറ് എടുത്തോണ്ട് അവർ വേറെ മറ്റങ്ങോട്ടോ പോകാൻ നോക്കിയപ്പോൾ ഞങ്ങൾ റോഡ് തടഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസ് വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുകയായിരുന്നു. പക്ഷേ ഇയാളുടെ ആരും ശാരീരികമായിട്ട് എനിക്ക് നല്ല രീതിയിൽ ഉപദ്രവം ഏറ്റതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാനിവിടെ ഇരവിപുരം സ്റ്റേഷനിൽ ബോധം കെട്ട് വീഴുകയും തുടർന്ന് എന്നെ കൊല്ലം ജില്ലാ ആശുപത്രിയിലോട്ട് മാറ്റുമായിരുന്നു. ഇപ്പോഴും എനിക്ക് തലയ്ക്കടി കിട്ടിയതിൻ്റെ ആ ഒരു പ്രശ്നത്തിലാണ്. നിലവിലും ഈ പറഞ്ഞ അഷ്റഫാണെങ്കിലും അഷ്റഫിൻ്റെ കുടുംബവും ഞങ്ങളെ കാണുമ്പോഴെല്ലാം അവരുടെ കുടുംബക്കാരാണെങ്കിലും അവരുടെ സുഹൃത്തുക്കളാണെങ്കിലും എല്ലാം എന്നെയും എൻ്റെ ഭർത്താവിനെയും ഞങ്ങളുടെ കുടുംബത്തിനെയും അടിമുടി തീർത്ത് കളയും. അയാളുടെ സർവ്വസമ്പത്തും വിറ്റിട്ടാണെങ്കിലും അയാൾ ഈ കേസിൽ നിന്ന് ഊരി പോവുകയും ചെയ്യും. നിന്നെയൊന്നും ജീപ്പിനോട് വെച്ചേക്കത്തില്ല എന്നുള്ള പറയുന്നൊരു ഭീഷണിയിലാണ് ഞങ്ങൾ ഇന്നിവിടെ കഴിയുന്നത്. നമ്മൾ ജനുവരി 1-ാം തീയതിയാണ് ഈ ആസാദിൻ്റെ വാപ്പ നമ്മളെ ഒത്തീർപ്പിന് വേണ്ടി നമ്മളൊരു 10 പേരെ വിളിച്ചാണ്. തട്ടാമല ഉള്ളൊരു പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് വിളിച്ചത്. അങ്ങനെ നമ്മൾ ഒരു 10 പേര് അവിടെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് 1 മാസത്തിനുള്ളിൽ നമുക്ക് പൈസ തരാമെന്ന് പറഞ്ഞ് അയാളെ മോൻ്റെ പേരിലുള്ള കേസ് ഒത്തീർപ്പാക്കണമെന്ന് പറഞ്ഞ് അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കരഞ്ഞ് പറഞ്ഞതാണ്. 1 മാസം കഴിഞ്ഞ് നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി ഞാനും എൻ്റെ ഫ്രണ്ട് ശിവയും ഐശ്വര്യയും കൂടെ അവിടെ പോയായിരുന്നു. അവിടെ ചെന്ന ടൈമിൽ ഈ അഷ്റഫ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ കാറിൽ ഒരു കുണ്ടയും കൊണ്ടുവന്ന് ഈ ഐശ്വര്യയും ശിവയ്ക്കെതിരെ അനാവശ്യ വാക്കുകൾ, ഒരു സ്ത്രീകളെടുത്ത് പറയാൻ പറ്റാത്ത അനാവശ്യ വാക്കുകൾ അഷ്റഫിൻ്റെ മോൻ അനസും അനിയൻ നൗഷാദും ഇവരെല്ലാം ഐശ്വര്യയും ശിവയും മർദ്ദിക്കുകയും എല്ലാം ചെയ്തായിരുന്നു. ഞാനത് മാറി നിന്ന് കാണുകയായിരുന്നു. എനിക്ക് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ പോകാൻ പറ്റാത്ത ഇതുകൊണ്ട് ഞാൻ പോയില്ല. ലാസ്റ്റ് ശിവേനെ ഐശ്വര്യനെയോ അനാവശ്യമായി പല കാര്യങ്ങൾ പറയുകയും അവരെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തായിരുന്നു ഈ അഷ്റഫ്. ഇതാണ് അവിടെ നടന്ന സംഭവം. ഇപ്പോൾ നിലവിൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തായിരുന്നു. പരാതി കൊടുത്ത് അതിൻ്റെ FIR ഇട്ടായിരുന്നു. പുള്ളിക്കാരൻ ഇവിടെ വന്നു. നിരവധി അവരെ പാർട്ടിക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് തലകറങ്ങി വീണു. അഭിനയമാണത്, തലകറങ്ങി വീണതൊക്കെ. അതിപ്പം ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. കൊണ്ടുപോയത് ഏത് ഹോസ്പിറ്റലാണ് അവർ മുൻകൂട്ടി നിശ്ചയിച്ച ഏതോ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയിട്ടുള്ളത്. അവിടെ ചെന്ന് അവരെന്താണ് ഒത്തീർപ്പ് കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് തോന്നുന്നത്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഉന്നയിക്കാനുള്ള നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുമായിട്ടാണോ? എന്താണ് ഇപ്പം നിലവിൽ കൊടുത്തിരിക്കുന്നത്? സാമ്പത്തിക ഇടപാട് അതിൻ്റെ പേരിലാണ് നമ്മൾ വന്നത്. പക്ഷേ ഇപ്പോൾ ഒരു സ്ത്രീയെ അനാവശ്യമായി പറയുകയും ഉപദ്രവിക്കുകയും അടിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ ഇവിടെ കേസ് കൊടുത്തിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടും ഉണ്ട്. അതിനുവേണ്ടിയാണ് നമ്മളവിടെ സംസാരിക്കാം, ഒത്തീർപ്പിന് വേണ്ടിയാണ് നമ്മൾ പോയത്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങൾ
വളരെ മോശമായിട്ടുള്ള കാര്യം. ഒരു സ്ത്രീക്ക് താങ്ങാൻ പറ്റാത്ത രീതിക്കുള്ള ഇതാണ് അവിടെ നിന്നുണ്ടായത്. അപ്പോൾ നിലവിലിപ്പോൾ ഇരുവരം പോലീസ് സ്റ്റേഷനിലാണോ ഈ കേസ് ഇപ്പം നിലനിൽക്കുന്നത്? അതെ. ഇപ്പം നിലവിലിപ്പോൾ ഇരുവരം സ്റ്റേഷനിലാണ്. മുൻകൂട്ടി വേറെ പല സ്റ്റേഷനിലും കേസ് അല്ല FIR കിടപ്പുണ്ട്, അഷ്റഫിൻ്റെ പേരിലും ആസാൻ്റെ പേരിലും. അപ്പം ഈ ഒരു വിഷയം ഇവിടെ ഇരുവരം സ്റ്റേഷനിലാണ് ഈ കേസ് നടക്കുന്നത്, FIR. ന്യൂസ് കേരളം 24 വേണ്ടി ചാരു, ന്യൂസ് ഡെസ്ക് കൊല്ലം.